നമസ്കാരം. ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഡൈജസ്റ്റീവ് സിസ്റ്റം S6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മളിങ്ങനെ ഓരോരോ പാർട്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ദ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ ആൻഡ് ദ ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളത് ഡൈജഷൻ ഓഫ് ഫുഡ്. എങ്ങനെയാണ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. നമുക്കറിയാം മൗത്ത് ടു ഏനസ് ഉണ്ട്. അപ്പൊ മൗത്തോട്ട് തുടങ്ങി കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് ഈ ഫുഡിന് സംഭവിക്കുന്നത്? ഫുഡ് സലൈവയായിട്ട് മിക്സ് ചെയ്ത് ബോളസ് ആവും. അത് സ്റ്റൊമക്കിൽ എത്തുമ്പോഴേക്കും ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ട് ചേർണിങ് മൂവ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അത് കടഞ്ഞെടുത്ത് അത് കൈമായി മാറും. അങ്ങനെ പല ചേഞ്ചസ് ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഈസോഫാഗസിൽ കൂടെ താഴോട്ട് വരുമ്പോൾ അത് പെരിസ്റ്റാൾസിസ് ഉള്ള മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൗത്തിലാണെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്. ടങ്ങിന്റെ കാര്യം പഠിക്കുകയാണെങ്കിൽ അവിടെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ്, സോർ, സോൾട്ട്, ഉമാമി, ബിറ്റർ, ഉമാമി, ഒലിയോഗസ്റ്റസ്, അങ്ങനെ പലതരം ടേസ്റ്റ് ഉണ്ട്. ടീത്ത് ആണെങ്കിൽ പലതരം ഡെന്റീഷൻ ആണ്. ഹ്യൂമൻ ഡെന്റീഷൻ ഈസ് സെറ്റ് ടു ബി തിക്കോഡോൺ, ഡിഫിയോഡോൺ ആൻഡ് ഹെട്രോഡോൺ. അത് കഴിഞ്ഞ് ഈസോഫാഗസ് ആയി, പിന്നെ സ്റ്റൊമക്കായി. സ്റ്റൊമക്കിലെ കാർഡിയാക് സ്റ്റൊമക്, ഫണ്ടിക് സ്റ്റൊമക്, പൈലോറിക് സ്റ്റൊമക്. ചില ഡിവിഷൻ ആയിട്ടാണെങ്കിൽ ബോഡിയും കൂടെ ചേർത്ത് പറയാം. അത് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡിയോഡനം, ജെജുനം, ഇലിയം. അത് കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ ഇലിയം, ലാർജ് ഇൻറ്റസ്റ്റൈൻ സീക്കം, കോളൻ, റെക്ടം. അത് കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. ഇത്രയാണ് നമ്മുടെ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? സെക്കൻഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ആക്സറി ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ് അല്ലെ? ഒട്ടും കുറവില്ല അവരൊന്നും. ആക്സറി ഡൈജസ്റ്റീവ് ഗ്ലാൻസിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ സലൈവറി ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ സ്റ്റൊമക്കിലെ ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കണം, ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. അത് ഇൻഡസ്ട്രിയൽ ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കണം, പാൻക്രിയാസിനെ കുറിച്ച് പഠിക്കണം, ലിവറിനെ കുറിച്ച് പഠിക്കണം, ക്രിപ്സ് ഓഫ് ലിവർ ക്വിനെ കുറിച്ച് പഠിക്കണം, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ കുറെ ഗ്ലാൻസ്. അത് കഴിയുമ്പോൾ നമ്മൾ ഡൈജഷൻ കൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എവിടെയാണ് കാർബോഹൈഡ്രേറ്റിന്, പ്രോട്ടീന്, ഫാറ്റിന് ഒക്കെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നതെന്ന് കൂടെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വളരെ കുറച്ച് ടോപ്പിക്കാണ് ഓരോ ക്ലാസ്സിലും പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഒപ്പം തന്നെ പോവുക. ഒപ്പം പോയാലേ നമുക്ക് ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നും കിട്ടുന്ന ക്ലാസ്സുകൾ ഒപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കയറാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ലാർജ് ഇൻഡസ്ട്രി ലാർജ് ബവൽ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു സ്മോൾ ഇൻഡസ്ട്രി നമ്മൾ പഠിച്ചപ്പോൾ ഇറ്റ് ഈസ് സ്മോൾ ഇൻഡസ്ട്രി ആണ്. സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒട്ടും നീളം കുറവൊന്നുമില്ല. ഏകദേശം ഒരു 6.5 മീറ്ററോളം നീളമുണ്ട്. പക്ഷേ ഇവിടെ ലാർജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 1.5 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം നീളത്തിലല്ല കാര്യം, അതിന്റെ വട്ടത്തിലാണ് അല്ലെ, ഡയമീറ്ററിലാണ് കാര്യം. ലാർജ് ഇൻഡസ്ട്രൈന് സ്മോൾ ഇൻഡസ്ട്രൈനേക്കാളും ഡയമീറ്റർ കൂടുതലാണ്. അത് മാത്രമല്ല നമ്മുടെ GIT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ടിന്റെ, ഗട്ടിന്റെ, അലിമെന്ററി കനാലിന്റെ ഒക്കെ ലാസ്റ്റ് പാർട്ട് എത്തി നമ്മൾ ലാർജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴേക്കും അല്ലെ. ലാർജ് ഇൻഡസ്ട്രിയിൽ എത്തി. പ്രത്യേകിച്ച് ഡൈജഷൻ എല്ലാം സ്മോൾ ഇൻഡസ്ട്രിയിൽ തന്നെ കംപ്ലീറ്റ് ആവും. ലാർജ് ഇൻഡസ്ട്രിയിൽ ഉണ്ട്, നമുക്ക് അതിനും എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും അല്ലെ. നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ലാർജ് ഇൻഡസ്ട്രിയുടെ പണിന്ന്. അപ്പൊ ലാർജ് ഇൻഡസ്ട്രിനെ ലാർജ് ബവൽ എന്ന് പറയും. ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആണ്. അതിന് ഏകദേശം 1.5 മീറ്റർ നീളമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രി. നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. കോളൻ ഉണ്ട് അല്ലെ, കോളൻ ആണ് നിറഞ്ഞു കിടക്കണം. കോളൻ എന്ന വാക്കാണ് എല്ലായിടത്തും നിറഞ്ഞു കിടക്കണം. അപ്പൊ സീക്കം, കോളൻ, റെക്ടം, അതാണ് 3 ഭാഗങ്ങൾ. സീക്കം കണ്ടോ? സീക്കം. അത് കഴിഞ്ഞാൽ അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ. അത് കഴിഞ്ഞിട്ടാണ് റെക്ടം കഴിഞ്ഞാണ് ഏനൽ കനാൽ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സീക്കം. 3 ഭാഗമാണ് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ സീക്കം, രണ്ടാമത്തത് കോളൻ, സീക്കം, കോളൻ, റെക്ടം അല്ലെ. അപ്പൊ സീക്കമാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. സീക്കമാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് കോളൻ ആണ്. അതിൽ അസെൻഡിങ് കോളൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് കോളൻ ഉണ്ട്, അതുപോലെ ഡിസെൻഡിങ് കോളൻ ഉണ്ട്, സിഗ്മോയിഡ് കോളൻ ഉണ്ട്. പിന്നുള്ള പാർട്ട് എന്ന് പറയുന്നത് റെക്ടമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോളാം. ഇതിനകത്ത് ഒരു വെർമിഫോം അപ്പൻഡിക്സ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓർഗൻ ആണ് വെർമിഫോം അപ്പൻഡിക്സ്. ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്. നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. സീക്കം എന്താണ് ചെയ്യുന്നത്, കോളൻ എന്താണ് ചെയ്യുന്നത്, റെക്ടം എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
The large intestine is the place where feces are formed by the absorption of water from the passing intestinal content. നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത സാധനത്തിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റ് മെറ്റീരിയൽസിനെ കളയണം അല്ലെ. അപ്പൊ വേസ്റ്റ് മെറ്റീരിയൽസിനെ കളയുന്ന ആ അല്ലെങ്കിൽ ഫീസസ് ഫോം ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. അവിടെ ഇൻഡസ്ട്രിയൽ കണ്ടന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ കണ്ടന്റ് മുഴുവൻ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ഇത് ഫോം ചെയ്യുക എന്നുള്ളതാണ് ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഒരു ഫംഗ്ഷൻ. ഇത് കൂടാതെ ഫോർമേഷൻ, സ്റ്റോറേജ്, ഈ സാധനങ്ങളെയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഫീക്കൽ മാറ്ററിനെ സ്റ്റോർ ചെയ്ത് അത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വേറൊരു ഫംഗ്ഷൻ. In addition to its role in the formation, storage and subsequently defecated of feces, the large intestine ഒരു പണിയും കൂടെ also houses an extensive microflora that is essential for our survival. നമ്മുടെ സർവൈവലിന് ആവശ്യമുള്ള അത്യാവശ്യം മൈക്രോഫ്ലോറ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്ലോറയും കൂടെ അവിടെ ഇൻഡസ്റ്റൈനിലുണ്ട്. അത് നമ്മുടെ സർവൈവലിന് വളരെ അത്യാവശ്യമാണ്. അതും കൂടെ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അനാട്ടമി. ലാർജ് ഇൻഡസ്റ്റൈൻ്റെ നീളം പറഞ്ഞു 1 to 1.5 മീറ്റർ ആണ്. നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ കഴിഞ്ഞാൽ ഡിയോഡിനം, ജെജുനം, ഇലിയം. അപ്പൊ ഇലിയം കഴിഞ്ഞാൽ അടുത്ത പാർട്ട് തുടങ്ങി ലാർജ് ഇൻഡസ്റ്റൈൻ ആയി. അപ്പൊ ഇലിയം കഴിഞ്ഞു. ഇലിയം കഴിഞ്ഞ ആര് തുടങ്ങി? സീക്കം തുടങ്ങി. അപ്പൊ ഇലിയം അവസാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇലിയം തീരുന്നിടത്താണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ അവസാനിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ 3 ഭാഗമാണ് ഡിയോഡിനം, ജെജുനം, ഇലിയം. ഡിയോഡിനം, ജെജുനം, ഇലിയം. അപ്പൊ ഇലിയം തീർന്നു. ഇലിയം തീർന്ന അടുത്ത് ആര് തുടങ്ങി? സീക്കം തുടങ്ങി. അപ്പൊ ഇലിയം കഴിഞ്ഞ് സീക്കം തുടങ്ങി. അപ്പൊ അവിടെ എന്താണ്? ഇലിയോസീക്കൽ ജംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇലിയോസീക്കൽ ജംഗ്ഷനിൽ തുടങ്ങി ഏനസിൽ അവസാനിക്കുന്നതാണ് റെക്ടൽ ഓപ്പണിംഗ് ആണ് നമ്മൾ ഏനസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സീക്കം, കോളൻ, റെക്ടം. റെക്ടം ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. അപ്പൊ ഇലിയത്തിന്റെയും സീക്കത്തിന്റെയും ജംഗ്ഷനിൽ തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന ഭാഗമാണ് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. Most of the large intestine is located inside the abdominal cavity with the last portion residing within the pelvic cavity. ലാസ്റ്റ് പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലാം അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. ചിലത് ഇൻട്രാ പെരിട്ടോണിയൽ ആണ്, ചിലത് റിട്രോ പെരിട്ടോണിയൽ ആണ്. നമ്മൾ പലതും പഠിച്ചു അല്ലെ, ഏതൊക്കെ റിട്രോ പെരിട്ടോണിയൽ ആണ്, ഏതൊക്കെയാണ് ഇൻട്രാ പെരിട്ടോണിയൽ എന്ന് പഠിച്ചു. അപ്പൊ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 1 to 1.5 മീറ്റർ ആണ്. ഇലിയോസീക്കൽ ജംഗ്ഷൻ തൊട്ട് ഏനസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെജോറിറ്റി പാർട്ടും അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ തന്നെ കാണുന്ന, ലാസ്റ്റ് പാർട്ട് ഒഴിച്ച് മെജോറിറ്റി പാർട്ടും അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈനിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതില് ഒമന്റൽ അപ്പൻഡിസൈസസ്, ടീനിയ, കോളിയൻ, ഹോസ്ട്ര എന്ന് പറയും. ഒമന്റൽ അപ്പൻഡൈസസ് നമ്മൾ അഡീഷണൽ ഫിറ്റിംഗ്സ് എന്നൊക്കെ പറയാം. അതുപോലെ അപ്പൻഡൈസസ്, ടീനിയ, കോളിയൻ, ഹോസ്ട്ര. ഒമന്റൽ ഓർ എപ്പിപ്ലോയിക് അപ്പൻഡേജസ്, നമ്മൾ എപ്പിപ്ലോയിക് അപ്പൻഡേജസ് എന്താന്ന് പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഒമന്റൽ ഓർ എപ്പിപ്ലോയിക് അപ്പൻഡേജസ് ആർ ഫാറ്റ് ഫിൽഡ് പൗച്ചസ് ഓഫ് പെരിട്ടോണിയം that are attached externally to the wall of the large intestine. അപ്പൊ ലാർജ് ഇൻഡസ്റ്റൈനോട്, ലാർജ് ഇൻഡസ്റ്റൈൻ്റെ വാളില് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, എക്സ്റ്റേണൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പെരിട്ടോണിയൽ പൗച്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാറ്റ് ഫിൽഡ് പെരിട്ടോണിയൽ പൗച്ചസ്. അതിനെയാണ് എപ്പിപ്ലോയിക് അപ്പൻഡേജസ് അല്ലെങ്കിൽ ഒമന്റൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ഒമന്റൽ അപ്പൻഡേജസ് ഓർ എപ്പിപ്ലോയിക് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ അത് ലാർജ് ഇൻഡസ്റ്റൈൻ്റെ വാളില് എക്സ്റ്റേണൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ വാളില് എക്സ്റ്റേണൽ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫാറ്റ് ഫിൽഡ് പൗച്ചസ് ഓഫ് പെരിട്ടോണിയത്തിനെയാണ് നമ്മൾ ഒമന്റൽ അല്ലെങ്കിൽ എപ്പിപ്ലോയിക് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ടീനിയ കോളി എന്ന് പറഞ്ഞാൽ ടീനിയ കോളിക്ക് 3 ലോഞ്ചിറ്റ്യൂഡൽ ബാൻഡ്സ് ഉണ്ട്. സ്മൂത്ത് മസിൽസിന് 3 ലോഞ്ചിറ്റ്യൂഡൽ ബാൻഡ്സ് ഉണ്ട്, ലൊക്കേറ്റഡ് അണ്ടർനീത്ത് ദ പെരിട്ടോണിയം ദാറ്റ് എക്സ്റ്റെൻഡ് അലോങ് സർട്ടൻ സെക്ഷൻസ് ഓഫ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ചില ഭാഗങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്മൂത്ത് മസിൽസിന്റെ ലോഞ്ചിറ്റ്യൂഡൽ ബാൻഡ്സിനെയാണ് നമ്മൾ ടീനിയ കോളി എന്ന് പറയുന്നത്. ഇതിന്റെ കൺട്രാക്ഷൻ, മസിൽസ് ആകുമ്പോൾ കൺട്രാക്ഷൻ ഉണ്ട് അല്ലെ. കൺട്രാക്ഷൻ ആണ് ലാർജ് ഇൻഡസ്റ്റൈനിൽ മൂവ്മെന്റ് നടക്കുന്നത്. ലാർജ് ഇൻഡസ്റ്റൈനിൽ മൂവ്മെന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ പെരിസ്റ്റാൾസിക് മൂവ്മെന്റ് നമ്മൾ ഈസോഫാഗസിൽ നമുക്കറിയാം. അതുപോലെ ഫീക്കൽ മാറ്ററിനെ പുറത്തേക്ക് തള്ളാനായിട്ട്, നമുക്ക് ഭക്ഷണം താഴത്തേക്ക് വരുന്ന പോലെ ഫീക്കൽ മാറ്റർ പുറത്തേക്കും പോകണം. ഫീക്കൽ മാറ്റർ പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന സ്മൂത്ത് മസിൽസിന്റെ ബാൻഡ് ആണ് ടീനിയ കോളി എന്ന് പറയുന്നത്. But tinea coli are 3 longitudinal bands of smooth muscles located underneath the peritoneum that extend along the certain sections of the large intestine. Their contraction facilitates the peristaltic action of the large intestine, propelling the fecal matter and forming the hostra. The hostra endana?
നമ്മൾ ഓരോന്നും എന്താണെന്ന് പഠിച്ചു വരിക അല്ലെ. അപ്പൊ ഹോസ്റ്റ് ആർ സർക്കുലേഷൻസ് ദാറ്റ് ഒക്കർ ദ ലാർജ് ഇൻഡസ്ട്രി. ലാർജ് ഇൻഡസ്ട്രിയിൽ കാണുന്ന ലാർജ് ഇൻഡസ്ട്രിയിൽ ഒരു ബാഗ് പോലത്തെ ഒരു ബാഗി ആസ്പെക്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഹോസ്റ്റ എന്ന് പറയുന്നത്. അത് ലാർജ് ഇൻഡസ്ട്രിയിലെ ഇന്റേണൽ സർഫസിൽ ഫോൾഡ്സ് ഓൺ ദ ഇന്റേണൽ സർഫസ് ഓഫ് ലാർജ് ഇൻഡസ്ട്രി. അപ്പൊ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിന് ഒരു ബാഗി അപ്പിയറൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബാഗി ഒരു ആസ്പെക്ട് കൊടുക്കുന്ന സാധനമാണ് ഹോസ്ട്ര എന്ന് പറയുന്നത്. ഈ ഹോസ്ട്ര എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ലാർജ് ഇൻഡസ്ട്രിയിലെ ഇന്റേണൽ സർഫസിൽ കാണുന്ന ഫോൾസ് ആണ് നമ്മുടെ ലാർജ് ഇൻഡസ്ട്രിയിൽ ഒരു ബാഗി ആസ്പെക്ട് കൊടുക്കുന്നത്. അങ്ങനെ ലാർജ് ഇൻഡസ്ട്രിയിലെ ഇന്റേണൽ സർഫസിൽ കാണുന്ന ലാർജ് ഇൻഡസ്ട്രിയിലെ ബാഗി ആസ്പെക്ട് കൊടുക്കുന്ന ഫോൾഡിനെയാണ് ഹോസ്ട്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യത്തിലേക്ക് വരികയാണ്. നോക്കിയ ഇവിടെ ലാർജ് ഇൻഡസ്ട്രിയിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ഒമന്റൽ അപ്പൻഡിസൈസസ്, അതായത് ടീനിയ കോളി ആൻഡ് ഹോസ്ട്ര. അപ്പൊ ടീനിയ കോളി എന്താന്ന് മനസ്സിലായി, അതുപോലെ തന്നെ ഹോസ്ട്ര എന്താന്ന് ക്ലിയർ ആയില്ലേ. ഒമന്റൽ അപ്പൻഡിസൈസസ്, ടീനിയ കോളി ആൻഡ് ഹോസ്ട്ര. ടീനിയ കോളി എന്താന്ന് പറഞ്ഞു, 3 longitudinal bands ഓഫ് സ്മൂത്ത് മസിൽസ് ആണ്. അതുപോലെ ഹോസ്ട്ര എന്ന് പറയുന്നത് ഫോൾഡ് ആണ്. ലാർജ് ഇൻഡസ്ട്രിന്റെ ഇന്റേണൽ സർഫസിൽ കാണുന്ന ഫോൾഡ് ആണ് ഹോസ്ട്ര എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിലേക്ക് വരികയാണ്. സീക്കം ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ലാർജ് ഇൻഡസ്ട്രൈൻ. ലാർജ് ഇൻഡസ്ട്രൈന്റെ ഫസ്റ്റ് പാർട്ടാണ്. ലൈങ് ഇൻ ദ റൈറ്റ് ഇലിയാക് ഫോഴ്സ് ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമനില് റൈറ്റ് ഇലിയാക് ഫോഴ്സിൽ, ഫോഴ്സ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നൊക്കെ അർത്ഥത്തിലാണ്, ആ ഭാഗത്തായിട്ടാണ് കാണുന്നത്. സീക്കം ഈസ് ഇൻട്രാപെരിട്ടോണിയൽ. സീക്കം ഇൻട്രാപെരിട്ടോണിയൽ ആണ്. പക്ഷേ അതിനകത്ത് ചുറ്റും ഫോൾസ് ഉണ്ട്, ഫോൾസും പോക്കറ്റ്സും ഒക്കെ ഉണ്ട്. അതിന് ചുറ്റുമായിട്ട് ഫോൾസും പോക്കറ്റ്സും ഒക്കെ ഉണ്ട്. അത് റിട്രോസീക്കൽ പെരിട്ടോണിയൽ ആണ്. അപ്പൊ സീക്കം എന്ന് പറയുന്നത് ഇൻട്രാ പെരിട്ടോണിയൽ ആണ്. സീക്കം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ. ഇനി നമ്മുടെ ഇലിയത്തിൽ നിന്ന് അവസാനിച്ചിട്ടാണ് സീക്കത്തിലേക്ക് കയറുന്നത് അല്ലെ. അപ്പൊ ഇലിയോ സീക്കോ തമ്മിലുള്ള ആ ഒരു ഇടവേ, നമ്മൾ ആ ഒരു സ്ഥലം ഇലിയം അവസാനിക്കുന്ന സീക്കം കണ്ടുമുട്ടുന്ന ആ സ്ഥലത്തിനെ നമ്മൾ ഇലിയോ സീക്കൽ ജംഗ്ഷൻ അല്ലെങ്കിൽ ഇലിയോ കോളിക് ജംഗ്ഷൻ എന്ന് പറയും അല്ലെ. ഇലിയോ സീക്കൽ ജംഗ്ഷൻ ആണ് ഇലിയോം സീക്കോയും തമ്മിൽ ചേരുന്ന സ്ഥലം. അപ്പൊ ഇലിയോസീക്കൽ ഓറിഫിസ് ഈസ് മാർക്ഡ് ബൈ ഇലിയൽ പാപ്പിലെ. ഇലിയോസീക്കൽ ഓറിഫിസ് ഈസ് മാർക്ഡ് ബൈ ഇലിയൽ പാപ്പിലെ വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 folds ഓഫ് ഇലിയോസീക്കൽ ലിപ്സ്. അപ്പൊ ഇലിയോസീക്കൽ ഓറിഫിസ് എന്ന് പറഞ്ഞാൽ ഇലിയത്തുനിന്ന് സീക്കത്തിലേക്ക് തുറക്കുന്ന ആ ഭാഗം. അവിടെ പാപ്പില ഉണ്ട്. ആ പാപ്പിലയില് 2 ലിപ്സ് ഉണ്ട്. അത് സുപ്പീരിയർ ലിപ്സ് എന്നും ഇൻഫീരിയർ ലിപ്സ് എന്നും പറയും. നിങ്ങൾ കണ്ടു 2 ലിപ്സ് ഉണ്ട്. എവിടെയാണ്? ഇലിയോസീക്കൽ ഓറിഫിസിലെ, ഇലിയം സീക്കം ആ ഓറിഫിസില് ഇലിയൽ പാപ്പിലയുണ്ട്. ആ പാപ്പിലേക്ക് 2 ഫോൾഡ് ഉണ്ട്. ഈ 2 ഫോൾഡിനെയാണ് നമ്മൾ സുപ്പീരിയർ ഇലിയോസീക്കൽ ലിപ്സ് എന്നും ഇൻഫീരിയർ ഇലിയോസീക്കൽ ലിപ്സ് എന്നും പറയുന്നത്. ഈ 2 ഫോൾഡ്സും ഒന്നിച്ചു ചേരും. ഒന്നിച്ചു ചേർന്നിട്ട് ഈ ഇലിയോസീക്കൽ ഓറിഫിസിന്റെ അവിടെ ഒന്നിച്ചു ചേർന്ന് ഫോമിംഗ് ദ ഫ്രെനുല ഓഫ് ദ ഇലിയൽ ഓറിഫിസ്. ഫ്രെനുല ഓഫ് ദ ഇലിയൽ ഓറിഫിസ്. ഇത് സീക്കൽ കണ്ടന്റ് തിരിച്ച് ഇലിയത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ ഫ്രെനുല. നമുക്കറിയാം, നമ്മൾ വരണ വഴിയിൽ ഇങ്ങനെ നന്നോണ്ടേ ഇരിക്കണം, തിരിച്ചു പോകാൻ പാടില്ല. തിരിച്ചു പോകാതിരിക്കാനാണ് ഓരോ സ്ഥലത്തും വാൽവ്, സ്വിങ്ക്ടർ, ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തിരിച്ച് സീക്കൽ കണ്ടന്റ് ഇലിയത്തിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് ഈ ഫ്രെനുല എന്ന് പറയുന്നത്. ഈ സുപ്പീരിയർ ഫോൾഡും ഇൻഫീരിയർ ഫോൾഡും ഈ ഇലിയോസീക്കൽ ഓറിഫിസിന് ചുറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്രെനുല ഫോം ചെയ്യുന്നത്. ഇലിയോസീക്കൽ വാൽവ് regulate the passage of intestinal content from the small to the large intestine. The function of the cecum involves temporary storage of chyme and fluid and electrolyte reabsorption. നമ്മൾ ടെമ്പററി ആയിട്ട് കൈമ സ്റ്റോർ ചെയ്ത് അതിനകത്ത് ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റും ഒക്കെ റീഅബ്സോർപ്ഷൻ ചെയ്യാനായിട്ടാണ് ഈ നമ്മുടെ സീക്കത്തിന്റെ ഫംഗ്ഷൻ. ഇനി നമ്മുടെ ഡൈജഷൻ കഴിയാറായി, അതായത് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തു സ്മോൾ ഇൻഡസ്റ്റൈനിൽ. ഇനി അബ്സോർപ്ഷനുള്ള പ്രോസസ്സ് വേണം. ഡൈജഷൻ കഴിയാറായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പഠിക്കാറുണ്ട് ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. പക്ഷെ ഞാൻ പറഞ്ഞു ഡൈജഷൻ എന്ന് പറയുന്നത് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജഷൻ ആണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡൈജഷന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരുന്നു കേട്ടോ. 2 അർത്ഥങ്ങളായിട്ട് നമുക്ക് എടുക്കാം. ഡൈജഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രേക്ക് ഡൗൺ മുഴുവൻ കംപ്ലീറ്റ് ആയി, അത് ഏറ്റവും ചെറിയ പാർട്ടായിട്ട് കംപ്ലീറ്റ് ആയി എന്നാണ് നമ്മൾ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ സാധാരണ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ലെങ്തി പ്രോസസ് ആണ്. അതിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. അതിലൊരു സ്റ്റെപ്പ് മാത്രമാണ് ഡൈജഷൻ എന്ന പ്രോസസ് അല്ലെ. ഇനിയാണ് നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സ്. നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ
വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിരൽ പോലത്തെ സാധനം, ചെറിയൊരു വിരൽ പോലത്തെ സാധനമാണ്. അത് റൈറ്റ് ഇലിയാക് ഫോസ വിച്ച് അറൈസസ് ഫ്രം ദ സീക്കം. സീക്കത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ആ ഫിഗറിൽ കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഒരു വിരൽ പോലെ കാണുന്ന സീക്കം റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു വിരൽ പോലെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയായിരിക്കുന്നത്, വിരൽ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് വെർമിഫോം അപ്പൻഡിക്സ്. ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ എന്ന് തന്നെയാ പറയാ അതിന്. അപ്പൊ നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സിൽ വന്നു. ബ്ലൈൻഡ് പൗച്ച് ആണ് റൈറ്റ് ഇലിയാക് ഫോസ വിച്ച് അറൈസസ് ഫ്രം ദ സീക്കം. സീക്കത്തിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. These two parts of the large intestine are connected by mesoappendix. അപ്പൻഡിക്സിന് ഗട്ട് ഫ്ലോറെ മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവർ ആണുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു റോളാണ് ഉള്ളത്. പക്ഷേ ഈ അപ്പൻഡിക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുഴപ്പമൊന്നും വരാറില്ല. കാരണം അപ്പൻഡിക്സിൽ ചെറിയ 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 പാർട്ടിക്കിൾസ്, കല്ലോ അങ്ങനെ വല്ലോ ഒക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് അവിടെ ഇരുന്ന് പഴുക്കും അല്ലെ. പഴുത്തു കഴിഞ്ഞാൽ അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലാർജ് ഇൻഡസ്റ്റൈൻ്റെ കണ്ടന്റ് മുഴുവൻ, നമുക്ക് മെജോറിറ്റി ഓഫ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ പെരിട്ടോണിയത്തിലാണ്. അപ്പോൾ ഈ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ കണ്ടന്റ് മുഴുവൻ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആ വെർമിഫോം അപ്പൻഡിക്സ് പൊട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ എവിടേക്ക് വരും, പെരിട്ടോണിയത്തിലേക്ക് വരും. അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പൻഡിക്സിന് പ്രശ്നം വരുന്ന സമയത്ത് തന്നെ അപ്പൻഡിക്സിനെ സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുന്നത്. അപ്പൻഡിസൈറ്റിസ് കേട്ടിട്ടില്ലേ? അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൻഡിക്സിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ഇനിയാണ് അസെൻഡിങ് കോളൻ. അസെൻഡിങ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, അങ്ങനെ 4 പാർട്ട് ഉണ്ട് കോളന്. വല്ല ആവശ്യമുണ്ടോ ഇതിനൊക്കെ ഇത്രയൊക്കെ പാർട്ട് കൊടുക്കണ്ട അല്ലെ? വെറുതെ ഒരു കോളൻ അങ്ങോട്ട് പഠിച്ചാൽ പോരെ. അപ്പൊ അസെൻഡിങ് കോളൻ എവിടെയാണ്? ഈ അസെൻഡിങ് കോളൻ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ പാർട്ടാണ് നമുക്ക് അറിയാം അല്ലെ, കാരണം സീക്കം കഴിഞ്ഞാൽ അടുത്ത കോളനാണ്. അപ്പൊ കോളൻ എന്ന് പറഞ്ഞാൽ സീക്കം കഴിഞ്ഞാൽ കോളൻ, കോളൻ കഴിഞ്ഞാൽ റെക്റ്റം. അപ്പൊ കോളൻ എവിടെയാണ്? സീക്കത്തിന്റെയും റെക്റ്റത്തിന്റെയും ഇടയ്ക്ക്. The portion of the large intestine located between the cecum and rectum is known as colon. അതിന് എത്ര പാർട്ടാണ്? അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, സിഗ്മോയിഡ് കോളൻ, ഡിസെൻഡിങ് കോളൻ. കോളന്റെ ഫംഗ്ഷൻ എന്താ? ഫ്ലൂയിഡിനെയും ഇലക്ട്രോലൈറ്റിനെയും റീഅബ്സോർബ് ചെയ്യുക. അല്ലെങ്കിലും ലാർജ് ഇൻഡസ്റ്റൈൻ്റെ മെയിൻ പണി അതിനകത്ത് നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫീക്കൽ ബാറ്റർ ആയിട്ട് പുറത്തേക്ക് ഇജക്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. In addition, the microflora generate energy through a process of fermentation. Fermentation എന്ന് പറഞ്ഞാൽ അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ വഴി എനർജി ജനറേറ്റ് ചെയ്യാനും ഈ ലാർജ് ഇൻഡസ്റ്റൈനിലെ ഫ്ലോറയ്ക്ക് കഴിയും. അപ്പൊ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ കോളൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീഅബ്സോർപ്ഷൻ ആണ്. അത് മാത്രമല്ല ഫെർമെന്റേഷൻ എന്ന പ്രോസസ് വഴി എനർജി ജനറേറ്റ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. ട്രാൻസ്വേഴ്സ് കോളൻ. ട്രാൻസ്വേഴ്സ് കോളൻ ഇടയിലുള്ള പാർട്ട് നിങ്ങൾ ആ ഫിഗറിൽ കണ്ടു, ഞാൻ കാണിച്ചു തന്നു. ട്രാൻസ്വേഴ്സ് കോളൻ എന്ന് പറയുന്നത് കോളന്റെ അടുത്ത ഭാഗമാണ്. ഡിസെൻഡിങ് കോളൻ, അസെൻഡിങ് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് കഴിഞ്ഞാൽ ഡിസെൻഡിങ് കോളൻ. ഡിസെൻഡിങ് കോളൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കോളിക് ഫ്ലെക്ഷറിന്റെയും സിഗ്മോയിഡ് കോളന്റെയും ഇടയിലായിട്ടാണ്. അപ്പൊ ലാസ്റ്റ് പാർട്ട് ഏതാണ്? സിഗ്മോയിഡ് കോളൻ. നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം. സിഗ്മോയിഡ് കോളൻ travels from the left iliac fossa until the third sacral vertebra. തേർഡ് സേക്രൽ വെർട്ടിബ്ര, മൂന്നാമത്തെ സേക്രൽ വെർട്ടിബ്ര. നമുക്ക് എത്ര സേക്രൽ വെർട്ടിബ്ര ഉണ്ട്? നമുക്കറിയാം C7, T12, L5, S1 ആൻഡ് C1 എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ആ തേർഡ് സേക്രൽ വെർട്ടിബ്രയുടെ ആ പോർഷൻ അവിടം വരെയാണ് ഏകദേശം ഈ സിഗ്മോയിഡ് കോളൻ. ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. നമുക്കിപ്പോ റാ പോലെ വരയ്ക്കുകയാണെങ്കിൽ റാ കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാ പറയാ, റാ കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ ഇരിക്കുന്നത്. ഏകദേശം ഇങ്ങനെ ഇരിക്കും. അല്ലെ? അതിൽ ഈ ഭാഗമൊക്കെ ആയിട്ട് വരും സിഗ്മോയിഡ് കോളൻ എന്ന് പറയുന്ന ഭാഗം. മറ്റേത് ഈ ഭാഗം ഒന്ന് അസെൻഡിങ്, ഒന്ന് ഡിസെൻഡിങ്. ഇത് ട്രാൻസ്വേഴ്സ് കോളൻ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് ആക്കാത്ത. നിങ്ങൾക്ക് അറിയാം. അപ്പൊ കോളൻ എത്ര ഭാഗങ്ങളാണ്? അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. ഇങ്ങനെ തന്നെ പേര് പഠിക്കുക. അപ്പൊ അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനിയാണ് റെക്ടം. റെക്ടം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ട് അല്ലെ? ലാസ്റ്റ് പാർട്ടാണ്. എവിടെ? റെക്ടോ സിഗ്മോയിഡ് ജംഗ്ഷൻ. സിഗ്മോയിഡ് കോളൻ കഴിഞ്ഞാൽ അടുത്ത പാർട്ട് എന്താ? റെക്ടം. റെക്ടം കഴിഞ്ഞാൽ പിന്നെന്താ? ഏനസ്. അപ്പൊ ഏനൽ കനാലിന്റെയും സിഗ്മോയിഡ് കോളന്റെയും ഇടയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ റെക്ടം എന്ന് പറയുന്നത്. ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ ചേഞ്ച് ഓർ ഈവൻ ടെർമിനേറ്റ് അറ്റ് ദ റെക്ടം.
അതായത് ടീനിയ കോളയും ഹോസ്ട്രയും എപ്പിപ്ലോയിക് അപ്പൻഡേജസും ഒക്കെ അവസാനിച്ച് നമ്മൾ റെക്ടത്തിലേക്ക് വരികയാണ്. റെക്ടം എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സ്റ്റോർ ഹൗസ് ഓഫ് ഫീക്കൽ മാറ്റർ. ഫീക്കൽ മാറ്റർ ആയ സാധനത്തിലെ തൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടെമ്പററി സ്റ്റോർ ഹൗസ് ആയ റെക്ടം എന്ന് പറയുന്നത്. റെക്ടത്തിന് ക്യാരക്ടറിസ്റ്റിക് എസ് ഷേപ്പ് ആണ്. അതിൽ പല ബെൻഡുകളുണ്ട്. സേക്രൽ, ഏനോറെക്ടൽ ആൻഡ് ഡിലാറ്ററൽ ഫ്ലെക്ഷേഴ്സ്. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഏനൽ കനാൽ, ഏനൽ കനാൽ കഴിഞ്ഞാൽ ഓപ്പണിങ്ങിനെ ഏനസ് എന്ന് പറയും. നമ്മുടെ റെക്ടത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏനസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ഏനസിന്റെയും റെക്ടത്തിന്റെയും ഇടയ്ക്ക്. അപ്പൊ റെക്ടം എന്ന് പറയുന്ന ഒരു ചെറിയ ടെമ്പററി സ്റ്റോർ ഹൗസ് ആണ്. ടെമ്പററി ആയിട്ട് ഫീക്കൽ മാറ്ററിനെ സ്റ്റോർ ചെയ്ത് വെക്കാണ്. അപ്പൊ അത് കഴിയുന്നിടത്ത് ഏനോറെക്ടൽ ജംഗ്ഷൻ, ഏനസിന്റെയും റെക്ടത്തിന്റെയും ജംഗ്ഷൻ തൊട്ട് ഏനസ് വരെയുള്ള ആ ചെറിയ പോർഷനെയാണ് നമ്മൾ ഏനൽ കനാൽ എന്ന് പറയുന്നത്. ഏനൽ കനാൽ. ഏനസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സ്റ്റേണൽ ഓപ്പണിംഗ്. പുറത്തേക്ക് നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്ന ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ കഴിഞ്ഞാൽ ഇജഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. EGESTION. ആ പ്രോസസ് നടക്കണമെങ്കിൽ, ആ പ്രോസസ്സ് വഴി ഫീക്കൽ മാറ്റർ പുറത്തേക്ക് കളയണമെങ്കിലുള്ള ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒറിഫിസ് ആണ് ഏനസ് എന്ന് പറയുന്നത്. ഏനൽ വാൽവ് ഉണ്ട്. ഏനൽ വാൽവ്. Anal valve also form the pettinate line which makes the distinction between the superior and inferior part of the anal canal. Anal valve, superior and inferior part of the anal canal. അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ വാൽവ് തുറന്നാണ് പുറത്തേക്ക് തള്ളുന്നത്. They differ in terms of neurovascular supply and lymphatic drainage. അത്രയും പഠിച്ചാൽ മതി. വളരെ ഡെപ്തിലൊന്നും പോണ്ട, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും ഡെപ്തിലൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ anal valves also form the pettinate line. അത് ഡിസ്റ്റിങ്ഷൻ ആണ്. സുപ്പീരിയർ പാർട്ട് ഓഫ് ഏനൽ കനാലിന്റെ സുപ്പീരിയർ പാർട്ടും ഏനൽ കനാലിന്റെ ഇൻഫീരിയർ പാർട്ടും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിമാർക്കേഷൻ ആണ് ഏനൽ വാൽവ് എന്ന് പറയുന്നത്. റെക്ടം ആൻഡ് ഏനൽ കനാൽ. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്ടേഴ്സ് സറൗണ്ട് ദ ഏനൽ കനാൽ. ഏനൽ കനാലില് ഇന്റേണൽ സ്ഫിങ്ക്ടറും ഉണ്ട്, എക്സ്റ്റേണൽ സ്ഫിങ്ക്ടറും ഉണ്ട്. ഇതിനകത്ത് ദേ ഇൻവോളണ്ടറിലി ആൻഡ് വോളണ്ടറിലി കൺട്രോൾ ദ റിലീസ് ഓഫ് സ്റ്റൂൾ. വോളണ്ടറി അറിഞ്ഞുകൊണ്ടും നമ്മൾ വോളണ്ടറി അല്ലാതെ, നമ്മൾ വളരെ വോളണ്ടറി ആയിട്ട് അല്ലാതെ സംഭവിക്കുന്ന കാര്യമാണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്ടർ. ഇന്റേണൽ ഏനൽ സ്ഫിങ്ക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്ടേഴ്സ് ഇൻവോളണ്ടറിലി ആൻഡ് വോളണ്ടറിലി കൺട്രോൾ ദ റിലീസ് ഓഫ് സ്റ്റൂൾ. രണ്ട് സ്ഫിങ്ക്ടേഴ്സും അല്ലെങ്കിൽ രണ്ട് വാൽവും വേണം നമുക്ക്. ഈ രണ്ട് വാൽവും വേണം. ഈ രണ്ട് വാൽവും ടോണിക്കലി കൺട്രാക്റ്റഡ് ടു പ്രിവെന്റ് ദ അൺകൺട്രോൾഡ് റിലീസ് ഓഫ് ഫീക്കൽ മാറ്റർ. നമ്മുടെ അൺകൺട്രോൾഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യണം. പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് വാൽവുകളും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്റേണൽ വാൽവും എക്സ്റ്റേണൽ വാൽവും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്ടർ. രണ്ട് സ്ഫിങ്ക്ടേഴ്സ് ആണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഏനൽ സ്ഫിങ്ക്ടേഴ്സ്. ലാർജ് ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷൻ എന്താ? ഓൾറെഡി നമ്മൾ പറഞ്ഞു. റീഅബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. സോഡിയം ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും എല്ലാ ക്ലോറൈഡ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഒക്കെ ഉള്ള. അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളിക്കളയുക. ഫീക്കൽ മാറ്ററിനെ പുറത്തേക്ക് തള്ളിക്കളയുക. ഇൻഡസ്റ്റൈനൽ കണ്ടന്റിനെ പ്രൊപ്പൽ ചെയ്ത് പുറത്തേക്ക് കളയാം. അതുപോലെ ഫീക്കൽ മാറ്റർ, അതിനകത്ത് നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഫീക്കൽ മാറ്ററിനെ സ്റ്റോർ ചെയ്ത് വെക്കുക ടെമ്പററി ആയിട്ട്. അതിനെ പുറത്തേക്ക് തള്ളിക്കളയുക. ഇതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്? ലാർജ് ഇൻഡസ്റ്റൈനിന്റെ ഫംഗ്ഷനാണ്. ലാർജ് ഇൻഡസ്റ്റൈനിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരുപാട് അനേറോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്ലോറ ഉണ്ട് എന്നല്ലേ. അനേറോബിക് ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് വളരെ സിംബയോസിസ്, വളരെ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നതാണ്. അവര് ഡീകമ്പോസിങ് ഇൻഡൈജസ്റ്റഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ സെല്ലുലോസ് പോലത്തെ സാധനങ്ങൾ ഇൻഡൈജസ്റ്റബിൾ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിനെ ഡീകമ്പോസ് ചെയ്യാനും അതുപോലെ വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഇൻഡസ്റ്റൈനൽ പെരിസ്റ്റാൾസിനെ പ്രൊമോട്ട് ചെയ്യാനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നവരാണ് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ കാണുന്ന മൈക്രോഫ്ലോറ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള അനേറോബിക് ബാക്ടീരിയ. മെയിൻ ഫംഗ്ഷൻ ഓർക്കുക, ഡീകമ്പോസിഷൻ ഓഫ് ഇൻഡൈജസ്റ്റബിൾ ഫുഡ് ഇൻഗ്രീഡിയൻസ് പ്രൊഡ്യൂസിങ് വൈറ്റമിൻ കെ. അപ്പൊ അത് കാണാറുണ്ട്. വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. ലാർജ് ഇൻഡസ്റ്റൈനിലെ അനേറോബിക് ആയിട്ടുള്ള നമ്മുടെ ബോഡി ആയിട്ട് സിംബയോസിസ് ഉള്ള ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോഫ്ലോറ ബാക്ടീരിയ ആണ് ഈ ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് ഇൻഗ്രീഡിയൻസിനെ ഡീകമ്പോസ് ചെയ്യുന്നത്, വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറക്കരുത് കേട്ടോ.
നമ്മൾ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ലാർജ് ഇൻഡസ്ട്രിയൽ. ബാക്കിയുള്ള ഓരോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് പറഞ്ഞ അത്രയും ഈ പാർട്ട് പറയാത്തതിന്റെ കാരണം ഇത് ഇത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ ഡൈജസ്റ്റിന്റെ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ ആൻഡ് ദ ആക്സറി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആണ്. അതിൽ നമ്മൾ ദ ഓർഗൻസ് ദാറ്റ് മേക്ക് അപ്പ് ദ എലിമെന്ററി കനാൽ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ ഗ്ലാൻഡ്സ് ഓർ ആക്സറി ഗ്ലാൻഡ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ആണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.